بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد സൂറത്തു സ്വാഫാത്ത് 39 മുതൽ 49 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. وما تجزون إلا ما كنتم. ഇതിൽ തുജിസൗന ഈ പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കേണ്ടതാണ്. കുൻതും സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചു കൊണ്ടുപോകണം. പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിനായ മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇല്ലാ മാ കുൻതും തഅമലൂൻ. തഅമലൂൻ ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തൊണ്ടയുടെ മധ്യമാണ് ഐനിൻ്റെ മഖ്റജ്. ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്നീ പ്രത്യേകമായ ഒരു സിഫത്ത് ഐനിനുണ്ട്. ഐനിൻ്റെ കൂടെ മറ്റ് ചില അക്ഷരങ്ങൾക്കും ആ സിഫത്ത് നൽകപ്പെടുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട്, അതായത് ഷിദ്ദത്തുമല്ല റഖാവത്തുമല്ല, അതിൻ്റെ മധ്യം. തഅമലൂൻ ഇല്ലാ ഇബാദല്ലാഹി. ഇല്ലാ ഇബാദല്ലാഹി. അല്ലാഹു എന്ന ഇസ്മുൽ ജലാല, ഇതിലുള്ള ലാമിന് മാത്രമാണ് തഫ്ഖീം കൊടുക്കേണ്ടത്. കാരണം അതിൻ്റെ തൊട്ടു മുമ്പിൽ ഫത്ഹ് ഉച്ചരിക്കുന്നു എന്ന കാരണത്താൽ. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരികയില്ല എന്ന് ശ്രദ്ധിക്കുക. അൽ മുഖ്ലസീൻ. മുഖ്ലസീൻ ഖാഇന് തഫ്ഖീമാണ്. സ്വാദിനും തഫ്ഖീം. സ്വാദിന് ഖസ്റ ആയതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക, തടിപ്പിച്ച് ഓതുക എന്നർത്ഥം. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ ഉലൈക. മദ് മുത്തസിൽ വാജിബ് നൽകി ഈ പദത്തിലെ അലിഫിനെ ദീർഘിപ്പിക്കണം. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിൽ ചേർന്ന് വന്നതാണ് ഇതിനുള്ള കാരണം. ഉലൈക ലഹും റിസ്ഖും മഅലൂം. ലഹും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. റിസ്ഖുൻ തൻവീനിനെ ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് ഷദ്ദുള്ള മീമാക്കി മാറ്റി മണിക്കണം. റിസ്ഖും മഅലൂം. മഅലൂം. ഫവാകിഹു ഷഫവിയ രണ്ടക്ഷരങ്ങളാണ്, പക്ഷെ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഫവാകിഹു ശ്രദ്ധിച്ചോതുക. ഫവാകിഹു വഹും മുക്റമൂൻ. വഹും സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം മിസ്ലൈന് സഗീർ. വഹും മുക്റമൂൻ മണിച്ചുകൊണ്ട് ഓതണം. ഫീ ജന്നാത്തിൻ നഈം. ഇതിൽ രണ്ട് ഷദ്ദുള്ള നൂനുകൾ വരുന്നു. നൂൻ മുഷദ്ദദ മണിക്കുക. എല്ലാം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഒന്നിനും തഫ്ഖീം വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. على سرر متقابلين. على سرور. റായിന് തഫ്ഖീമാണ്, എന്നാൽ രണ്ടാമത്തെ റാ തർക്കീഖ് ചെയ്ത് നേർപ്പിക്കണം. സുറൂരിൻ. സുറൂരിൻ മുതഖാബിലീൻ.
തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഇവിടെ സുറൂരിൻ എന്ന പദത്തിൽ റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം. പക്ഷെ സീനിന് അത് വരുന്നത് സൂക്ഷിക്കണം. സുറൂരി എന്നായിപ്പോലത് സു സു എന്ന സീനിൻ്റെ ഉച്ചാരണം റൂ എന്ന് തടിപ്പിച്ചുകൊണ്ട് റാവും. സു റൂ രീൻ. യുതാഫു യുതാഫു ത്വാഇനും അലിഫിനും തഫ്ഖീമാണ്. യുതാഫു അലൈഹിം. സാക്കിന മീം ബാഇന് മുമ്പിലാണ്. ഇഖ്ഫാ ഷഫവി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. അലൈഹിം ബികഅസിം മിൻ മഈൻ. ബികഅസിൻ എന്നതിലെ തൻവീനിനെയും മിൻ എന്നതിലെ സാക്കിന നൂനിനെയും ശേഷമുള്ള മീമിൽ ഇദ്ഗാം ബിഗുന്ന കാമിൽ ചെയ്ത് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ബികഅസിം മിൻ മഈൻ ബൈദാഅ. ضാദും അലിഫും തഫ്ഖീം ചെയ്യണം. അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ബൈദാഅ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. ലദ്ദത്തിൻ തൻവീനിനെ പൂർണ്ണമായും ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. മറ്റ് ലിശ്ശാരിബീൻ ഷീന് അലിഫ് റാ എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ് എന്നത് ശ്രദ്ധിക്കുക. ലിശ്ശാരിബീൻ. ലാ ഫീഹ ലാ ഫീഹ ഗൗലുൻ. ഇതിൽ ഗൈനിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചത്. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ശേഷമുള്ള വാവിൽ ഭാഗികമായി ലയിപ്പിക്കുക. ഗൗലുൻ വലഹും അൻഹ. സാക്കിനായ മീമിന ഇൽഹാർ ഷഫവി. അൻഹ സാക്കിനായ നൂൻ ഇൽഹാർ ഹൽഖി. വലഹും അൻഹ യുൻസഫൂൻ. യുൻസഫൂൻ സാക്കിനായ നൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചോദണം. യുൻസഫൂൻ. വഇൻദഹും വീണ്ടും നൂനിനെ ഇഖ്ഫാ ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുക. പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിനായ മീം ഇൽഹാർ ഷഫവി. വഇൻദഹും ഖാസിറാത്തു. ഖാഫ് അലിഫ്. പിന്നെ സ്വാദിന് കുറഞ്ഞ തഫ്ഖീം കസ്റ ആയതുകൊണ്ട് പിന്നീട് റാ അലിഫ് ഇവക്കെല്ലാം തഫ്ഖീമാണ്. ശേഷം താ വരുന്നു. തായി തന്നെ ഉച്ചരിക്കുക. ത്വാ പോലെ ആയിപ്പോരുത്. ഖാസിറാത്തു ത്വർഫി. ഇടയ്ക്കൊരു താഗ് മാത്രം. വീണ്ടും ത്വാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഇത്ബാഖിൻ്റെ ഇസ്തിഅലാഇൻ്റെ ഷദീദായ അക്ഷരം. അതിനുശേഷം റാ വീണ്ടും തഫ്ഖീം തടിപ്പിച്ചോദണം. ത്വർഫി. ഖാസിറാത്തു ത്വർഫി. ഈൻ. കഅന്നഹുന്ന. 2 ഷദ്ദുള്ള നൂൻ മുഷദ്ദദ മണിച്ചോതുക. ബൈദുൻ തൻവീനിനെ മീമിൽ ലയിപ്പിച്ച് മണിക്കുക, പൂർണ്ണമായും ഇദ്ഗാം ബിഗുന്ന കാമിൽ. ബൈദും മക്നൂൻ. കാഫ് മഹ്മൂസാണ്, ഷദീദാണ്. മക്നൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم.
وما تجزون إلا ما كنتم تعملون إلا عباد الله المخلصين أولئك لهم رزق معلوم فواكه وهم مكرمون في جنات النعيم على سرر متقابلين يطاف عليهم بكأس من معين بيضاء لذة للشاربين لا فيها غول ولا هم عنها ينزفون وعندهم قاصرات الطرف عين كأنهن بيض مكنون